Independence Day parade is ready for inspection, sir. ചില സാണക സംഘികള് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളില് വലിയ വെല്ലുവിളികള്, വലിയ ഭീഷണികള് ഒന്ന് ചെലക്കാണ്ട് പോയിനടോ അവിടുന്ന്. ആരടോ നിങ്ങൾ ആരാണ് ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തില് യാതൊരു അവകാശവുമില്ലാത്ത? കഴിഞ്ഞ കാലങ്ങളിൽ സ്വാതന്ത്ര്യ ദിനം പോലും ആഘോഷിക്കാതിരുന്നവര്, എന്തിന് ഇവരുടെ ആസ്ഥാനത്ത് ഒരു പതാക പോലും ഉയർത്താതിരുന്നവര്, അവര് വന്നിട്ട് പറയാണ് ഞങ്ങള് മൂക്കിൽ വലിക്കും. ഏത്? കേരളത്തിലെ ചില ചാണക സംഘികള്, ചില കൃമികീടങ്ങള്, ചില ഞാഞ്ഞൂലുകള് അവര് മൂക്കിൽ വലിക്കും അത്രേ. എന്നാ പിന്നെ നിങ്ങളങ്ങോട്ട് വലിക്കടാ, നിങ്ങളെ വലിക്കുന്നൊന്ന് കാണണമല്ലോ. അങ്ങനെ കേരളത്തെ ഒന്നടങ്കം വലിച്ചു കയറ്റാൻ മാത്രമുള്ള വിസ്തീർണം നിങ്ങളുടെ മൂക്കിനുണ്ടെങ്കിൽ അങ്ങ് വലിച്ചു കയറ്റടോ ചാണകങ്ങളെ. വെല്ലുവിളികളും വീരവാദങ്ങളും ഒക്കെ ആവാം തന്നെപ്പോലും പോന്നവരോട്, അല്ലാത്തവരോടൊക്കെ ഈ പറയുന്ന വീരവാദങ്ങളുമായിട്ട് ഇറങ്ങാൻ അതിന് മാത്രം എന്താണ് നിങ്ങൾക്കുള്ളത്? ഗാന്ധിയെ വെടിവെച്ച് കൊന്നവർക്ക് രാജ്യത്തിന്റെ പാരമ്പര്യത്തിൽ എന്ത് അവകാശടോ? നിങ്ങൾ കേട്ടില്ല ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളില് വെല്ലുവിളി, അവകാശവാദം, വീരവാദം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ രാഷ്ട്രീയ പ്രവർത്തകര്, പൊതുപ്രവർത്തകര് എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി മാന്യതയും മര്യാദയൊക്കെ ഉള്ള ആളുകളാകാം, അല്ലെങ്കിൽ ജനമെടുത്തിട്ട് പെരുമാറും, അത്രേ പറയുന്നുള്ളൂ അല്ലേ? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ വന്ദേമാതരം ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് വന്ദേമാതരം പൂർണ്ണമായിട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ, പൂർണ്ണമായി ആലപിച്ചില്ലെങ്കിൽ ഞങ്ങളെന്താ മൂക്കിൽ വലിക്കും അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? ഞങ്ങളെന്ന് പറഞ്ഞാരാ? രാജ്യദ്രോഹികള്. ഈ രാജ്യദ്രോഹികള് ഈ രാജ്യത്തെ യഥാർത്ഥ രാജ്യസ്നേഹികളായ ആളുകളോട് പറയാണ്, നിങ്ങൾ വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചില്ലെങ്കിൽ ഞങ്ങൾ മൂക്കിൽ വലിക്കും. വന്ദേമാതരം പൂർണ്ണമായിട്ട് ആലപിച്ചില്ല എന്ന് മാത്രമല്ല, വന്ദേമാതരം തന്നെ ആലപിച്ചില്ല. പകരമല്ലല്ലോ, അവരാണ് സംഘപരിവാർ പകരം ആക്കാൻ നോക്കുക. രാജ്യത്തെ നാഷണൽ ആന്തം, ദേശീയ ഗാനത്തിന് പകരം വന്ദേമാതരം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഈ രാജ്യം സ്വതന്ത്രമായ അന്ന് മുതൽ ഈ രാജ്യത്തിന്റെ പാരമ്പര്യം എന്താണ്? ദേശീയ ഗാനമാണ്. ആ ദേശീയ ഗാനം മതിയെന്നേ. അവിടെ ഏതെങ്കിലും ഒരു സംഘപരിവാറുകാരൻ പർച്ചേസ് ചെയ്ത കസേര പർച്ചേസ് ചെയ്തിട്ട് ആ കസേരയിൽ ഇരുന്നിട്ട് ഈ രാജ്യത്തോട് ആജ്ഞാപിക്കുന്നതല്ല ഈ രാജ്യത്തിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത്. ഞാൻ ഈ വീഡിയോ നിങ്ങളെ പൂർണ്ണമായിട്ടും കേൾപ്പിച്ചത് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭയങ്കര കൊടുവാളെടുത്ത് ഇറങ്ങിയതാണല്ലോ. വന്ദേമാതരം പൂർണ്ണമായിട്ട് ആലപിക്കാൻ ഉത്തരവിറക്കി, ആനയാക്കി, തേങ്ങയാക്കി, മാങ്ങയാക്കി, മാങ്ങാങ്കട്ടയാക്കി, മണ്ണാങ്കട്ടയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? അപ്പോൾ ഇതായിരുന്നു വി.ഡി. സതീശൻ്റെ പരിപാടി. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ അത് ലൈവായിട്ട് ഫുള്ളായിട്ട് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ഈ പരിപാടിയുടെ ടെലികാസ്റ്റ് അദ്ദേഹം ലൈവായിട്ട് നടത്തിയിട്ടുണ്ട്. അതിൽ എവിടെയും വന്ദേമാതരം ഉണ്ടായില്ല, വന്ദേമാതരം ഈ പൂർണ്ണമായിട്ട് ആലപിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായില്ല. അപ്പോൾ ഈ കാളമെറ്റെന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ആദ്യം സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് അല്ലേ? അതിനപ്പുറം ഈ പറയുന്ന രീതിയിൽ ജനങ്ങളെ അപഹസിക്കുന്ന രീതിയിൽ, പരിഹസിക്കുന്ന രീതിയിലാകരുത് ഈ ആളുകളുടെ പരിപാടി എന്ന് പറയുന്നത് അല്ലേ? അപ്പം അതുകൊണ്ട് വളരെ കൃത്യമായിട്ട്
ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പരിപാടി നടത്താതിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇത്. പിന്നെ ഈ വെല്ലുവിളിച്ച ആളുകൾക്ക് അന്ന് നമ്മൾ മറുപടി ഒന്നും പറഞ്ഞില്ല. ആ വെല്ലുവിളിക്കുന്ന കൂട്ടത്തിൽ ഈ വർഗീയതയും വിദ്വേഷവും വെറുപ്പൊക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാതെ, എസ്പെഷ്യലി UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ വല്ലാത്ത വെപ്രാളപ്പെട്ട് ആ വെപ്രാളത്തിന് പുറത്ത് നടത്തിയിരിക്കുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ ആ വെപ്രാളം വിദ്വേഷങ്ങളിലേക്ക് വഴിമാറുകയാണ്. ഈ വിമർശനങ്ങളൊക്കെ ആകാം, രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിമർശിച്ചോട്ടെ, നമുക്കതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ വിമർശനങ്ങൾക്കപ്പുറത്ത് അല്ലേ, കഴിഞ്ഞ ദിവസം ഈ ടോർച്ച് സുര, BJPയുടെ ടോർച്ച് സുര ഉണ്ടല്ലോ, ഇവരുടെ കൂട്ടത്തിൽ പല സുരമാരുണ്ട്. ഒന്ന് ടോർച്ചാണ്, മറ്റൊന്ന് ഉള്ളിയാണ്, അങ്ങനെ പല സുരമാരുണ്ട്. അപ്പോൾ ഒരു സുര പറഞ്ഞത് അധിക്ഷേപമായിരുന്നു. അധിക്ഷേപം എന്ന് പറഞ്ഞാൽ പച്ചക്ക് അധിക്ഷേപിക്കുക, ജനങ്ങളെ എന്താ പറയേണ്ടത്, ജനങ്ങൾ വലിയ രീതിയിൽ ആദരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളെ അങ്ങ് നാവിനെല്ലില്ലെന്ന് കരുതി എന്തും വിളിച്ചു പറയാം. അതല്ല കഴിഞ്ഞ ദിവസം ഈ ടോർച്ച് സുര നടത്തിയത്. അപ്പോൾ ടോർച്ച് സുരയൊക്കെ ഒന്ന് കാണുന്നത് നല്ലതാ. ടോർച്ച് സുര എന്താ പറഞ്ഞേ, ടോർച്ച് സുരയുടെ ഭീഷണിയായിരുന്നു. നിങ്ങളത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ മൂക്കിൽ കൂടി വലിച്ചു കയറ്റും എന്നല്ലേ പറഞ്ഞത്. എന്നാ പിന്നൊന്ന് വലിച്ചു കയറ്റുന്നത് നമുക്കൊന്ന് കാണാലോ. എന്നാ പിന്നൊന്ന് വലിച്ചു കയറ്റടോ അല്ലേ, അതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ആളുകളുടെ ഈ മൂക്കിൽ വലിക്കലൊന്നും ഇവിടെ നടക്കൂല എന്നുള്ളത് നിങ്ങളൊന്ന് ബോധ്യപ്പെടുന്നത് നല്ലതാ. ഇത് ഈ പറയുന്ന സംഘപരിവാറിൻ്റെ ഉത്തരേന്ത്യയല്ല, ഇത് കേരളമാണ്, ഇത് മതേതരത്വമാണ്. ഇവിടെ ആലപിക്കുന്നവർ ആലപിക്കട്ടെ, അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവില്ല, അത് ഉണ്ടാവാനും പാടില്ല. ഇവിടെ പാടണ്ട എന്ന് ചിന്തിക്കുന്ന ആളുകൾക്കുള്ള അതേ സ്വാതന്ത്ര്യം പോലെ പാടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുണ്ട്. അവർക്ക് പാടാം, അല്ലാത്തവർക്ക് പാടണ്ട, അത്രയേ ഉള്ളൂ, അത്രയേ ഉണ്ടാവാൻ പാടുകയുള്ളൂ എന്നുള്ളതാണ്. എന്താണെങ്കിലും കേരള ഗവൺമെൻറ് സതീശനെ വല്ലാണ്ട് അങ്ങ് സംഖ്യയാക്കാൻ വലിയ താല്പര്യമായിരുന്നു. സതീശനെ സംഖ്യയാക്കാൻ വലിയ താല്പര്യം. അപ്പോൾ സതീശന് ഈ പട്ടം ചാർത്തി കൊടുക്കാൻ, ആ ചാപ്പയടിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവർക്ക് ഉള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ കേരള സർക്കാരിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പരിപാടികളിലും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം പല ഉത്തരവുകൾ ഇങ്ങനെ വന്നപ്പോൾ പല കടലാസുകളും കിഡ്നാപ്പുകളും ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് പോലും വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കാതെ വന്ന് കുരച്ച് ചാടിയവർക്കുള്ള ഒരു മറുപടി അതാണിത്. മനസ്സിലായില്ലേ? വളരെ കൃത്യമാണ് കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ വന്ദേ മാതരം ദേശീയഗാനം ചൊല്ലി അദ്ദേഹം ഈ പറയുന്ന പതാക ഉയർത്തി അദ്ദേഹത്തിൻ്റെ പരിപാടികൾ കൃത്യമായിട്ട് നടത്തി എന്നുള്ളത് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഓരോ പ്രോട്ടോക്കോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പ്രോട്ടോക്കോൾ വകുപ്പും പൊതുഭരണ വകുപ്പും കഴിഞ്ഞ ദിവസം പൊതുവിദ്യാഭ്യാസ വകുപ്പും എല്ലാവരും ഇറക്കിയതാണ്. അതിലൊന്നും എവിടെയും വന്ദേ മാതരം ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഈ പറയുന്ന ഉത്തരവുകൾ വരുന്നതിൽ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത, അപ്പോൾ അങ്ങനെ ഒരു ഉത്തരവുണ്ടെങ്കിൽ ഇവിടെ അത് പൂർണ്ണമായിട്ടുണ്ടാകുമായിരുന്നല്ലോ. അപ്പോൾ ഉത്തരവുകൾ എന്താണ് എന്നുള്ളത് പോലും മനസ്സിലാക്കാതെ ഈ പ്രവൃത്തി എന്താണ്? വന്ദേ മാതരം, ഈ പറയുന്ന വന്ദേ മാതരം ആലപിക്കുന്നതിലൊന്നും ഇവിടെ ആർക്കൊരു പ്രശ്നമൊന്നുമില്ല. പക്ഷേ വന്ദേ മാതരം എത്ര ആലപിക്കണം, എവിടെ വരെ ആലപിക്കണം എന്നൊക്കെയുള്ളതാണ് ചർച്ച. രാജ്യത്തിൻ്റെ പാരമ്പര്യം ഇത്രയും കാലം എന്താണ്? ഇപ്പം ഇന്ന് ചെങ്കോട്ടയിൽ വന്ദേ മാതരം ആലപിച്ചിട്ടുണ്ട്. രാജ്യത്ത് ആദ്യമായിട്ട് ചെങ്കോട്ടയിൽ ആദ്യമായിട്ട് വന്ദേ മാതരം ആലപിക്കുക. ഇത്രയും കാലമില്ലാത്ത ഒരു നടപടിക്രമം എവിടെ നിന്നാണ് പെടുന്നനെ പൊട്ടിമുളക്കുന്നത്? എന്താണ് അതിനൊരു വലിയ താല്പര്യം? ഈ നാഷണൽ ആന്തം ചൊല്ലുമ്പോൾ പോലും ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു പ്രയോറിറ്റി എവിടെ നിന്നാണ് ഈ വന്ദേ മാതരത്തിന് വരുന്നത്? അല്ലേ? ഇപ്പം ഇത്രയേ ഉള്ളൂ, വെരി സിമ്പിളാണ്. ഇത് പാടേണ്ടവർക്ക് പാടാം, വേണ്ടാത്തവർക്ക് വേണ്ട, അത്രയേ ഉള്ളൂ. വെരി ക്ലിയറാണ് കാര്യങ്ങൾ. അത് മതി, അത്രയേ ഉണ്ടാവാൻ പാടുകയുള്ളൂ. പിന്നെ ഇതില്ലെങ്കിൽ ഞങ്ങളങ്ങോട്ട് ഉണ്ടാക്കും. എൻ്റെ പൊന്നു സഹോദരന്മാരെ, ഇത് നിങ്ങൾ ഈ കരുതും പോലെയുള്ള ഒരു ഇടമല്ല ഈ കേരളം എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ, വെരി സിമ്പിളാണ് കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്.